ചില ബിഗിനേഴ്സ് ഡെവലപ്മെന്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും ബഗ് വരുന്ന സമയത്ത് ഇവർ ആകെ ഡിസപ്പോയിന്റ് ആവാറുണ്ട്. അല്ലെങ്കിൽ ഇതെന്താ തീരുന്നില്ലല്ലോ, ഇതൊരു കുറിച്ച് എന്തോ ഒരു ബഗ് വന്നു, ഇത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, അങ്ങനെയൊക്കെ പറഞ്ഞൊരു കൺഫ്യൂഷൻ ആയിട്ട് ചില സ്റ്റുഡൻസ് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ നിങ്ങൾ നിൽക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മൾ ആ ബഗ്ഗിനെ പഠിക്കുക. ഈ ബഗ് എന്ന കേസല്ല, മൊത്തത്തിലൊരു തിയറി ഉണ്ട്. നമ്മൾ ഏതിലാണോ പ്രോബ്ലം ഉള്ളത് അതിനെക്കുറിച്ച് കൂടുതൽ പഠിച്ചു കഴിഞ്ഞാൽ ആ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളെ കേസിൽ ഡെവലപ്മെന്റ് കേസിൽ ബഗ് ആണെങ്കിൽ ആ ബഗ് എങ്ങനെ വന്നു, അത് എങ്ങനെ വന്നു, അതിൻ്റെ മുകളത്തെ ലൈനും അത് താഴത്തെ ലൈനൊക്കെ വെച്ച് നല്ല റെഫർ ചെയ്താൽ തന്നെ അതിന് കാര്യങ്ങൾ മനസ്സിലാവും. ഇനിയിപ്പോൾ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നെറ്റിൽ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ AI ടൂൾ ചെക്ക് ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്താൽ കിട്ടും. പക്ഷെ ഇപ്പോഴത്തെ കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് ആ ബഗ് വരുന്നത്, ആ ലൈനിലല്ലാതെ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ചിന്തിക്കണം. അതാണ് ഡെവലപ്മെന്റ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമ്മൾ ആ ലൈനിൽ നിൽക്കരുത്, അതിൻ്റെ മുകളിൽ അതിലോട്ട് വരുന്നത് എവിടേക്കാണ്, ആ ഭാഗങ്ങൾ പിന്നിലോട്ട് പോയാൽ മാത്രമേ ഉള്ളൂ ഏതൊരു ബഗ്ഗും നമുക്ക് റിസോൾവ് ചെയ്യാൻ വളരെ എളുപ്പമായിട്ട് ചെയ്യാം. പിന്നെ ബഗ് കാണുമ്പോൾ പേടിക്കേണ്ട, ബഗ് വരും, ബഗ് വരാതിരിക്കില്ല. നമ്മൾ മനുഷ്യരല്ലേ, അപ്പോൾ അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ ബഗ് വരും. ആ ബഗ് റിസോൾവിങ്ങും കൂടി അതൊരു ശരിക്കും പറഞ്ഞ ഒരു ഡെവലപ്പറുടെ നല്ലൊരു കഴിവും കൂടിയാണ്.